അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗൈൻ. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നീറ്റ് എക്സാമിന്റെ ആ ഒരു ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് എടുത്ത് പറയണമെന്ന് വല്ല താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം. അത് അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയണം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് ഇങ്ങനെ ഈ ഇൻസ്റ്റാഗ്രാമിലും ബാക്കിയുള്ള ഇതിനകത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ സ്റ്റുഡൻസിനെതിരെ വളരെ പരിതാപകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ അന്നേരം വിചാരിക്കും അവർക്ക് അടി കിട്ടി തുടങ്ങിയപ്പോൾ നീ വീഡിയോ ചെയ്യാൻ വന്നത്. അങ്ങനൊന്നുമല്ല. അങ്ങനെ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടീനെയോ അല്ലെങ്കിൽ ഞാനൊരു സിസ്റ്റത്തെയോ എതിർക്കാനോ അല്ലെങ്കിൽ ഒരു ഇതിന്റെ ഒരു കാര്യത്തിൽ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാനോ അല്ല അതിനെ എതിർത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെതിരെ സ്ട്രൈക്ക് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെന്ന് വെച്ചാൽ ഈ പറയുന്ന കണക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവരോടൊന്നും ഈ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും ഇല്ല. എനിക്ക് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. എല്ലാവരോടും സഹകരിക്കുന്നത് വെച്ചിട്ട്. അപ്പം ഈ റീസെൻ്റ് ആയിട്ട് ഈ ഇൻസ്റ്റഗ്രാം വീഡിയോസിലും യൂട്യൂബിൻ്റെ കുറേ വീഡിയോസിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെതിരെയാണ് വരുന്നത്. നമുക്ക് മനസ്സിലാവും ഒരു നീറ്റ് പരീക്ഷയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തുവാണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. ആ നീറ്റ് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. മനസ്സിലാവാത്ത ആൾക്കാരൊന്നും അല്ല. ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്. ഇപ്പം എതിരാണ്. ഇപ്പൊ എല്ലാവർക്കും എതിര്. ഇപ്പൊ ഈ ചെയ്യുന്ന സ്റ്റുഡൻസിനെല്ലാം എതിരായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസ് ആണോ ഇങ്ങനെ ചെയ്യേണ്ടത്? വാള്, കത്തി, അടി, പിടി, ബഹളം എന്തൊക്കെയാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് അവിടെ ഇരിക്കുന്ന പോലീസുകാരെയോ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലായാലും ഇതൊക്കെ തന്നെ. അവരെ ചൊറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായാലും തിരിച്ചടിക്കും. അത് അവരവർ പിടിച്ചിരിക്കും. മനസ്സിലായോ? അതാ സംഭവം. അപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീസെന്റ് ആയിട്ട് കണ്ട ഒരു പയ്യന്റെ വീഡിയോ ഞാനത് കാണിച്ചു തരാം. നിങ്ങളത് കണ്ടു നോക്കുക. എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യം പറയാം. CJP പ്രൊട്ടസ്റ്റ് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ യഥാർത്ഥ സ്റ്റുഡൻസിന്റെ കൺസേൺസ് മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു കാരണവശാലും കൂറ പാർട്ടിക്കാരുടെയോ ഇടയ്ക്ക് പൊട്ടിമുളച്ച് വന്ന് സെലക്റ്റീവ് പ്രതികരണം നടത്തുന്ന ചിലരുടെ വാക്ക് കേട്ടോ ഈ സമരത്തെ സപ്പോർട്ട് ചെയ്യാൻ സൗകര്യമില്ല എന്ന് മാത്രമല്ല എതിർക്കാൻ തന്നെയാണ് തീരുമാനം. അത് ശരിയാ. സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ മാത്രം പോവുക. മനസ്സിലായോ? സ്റ്റുഡൻസ് നിങ്ങളെല്ലാവരും സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്ക ആൾക്കാരെ കണ്ടിട്ട് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നില്ല. ഇത് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണൊക്കെ എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് അതിനകത്തൊക്കെ അങ്ങനെയാണ്. കാരണം ഇതുവരെ ഒരു പ്രശ്നം ഇതിന്റെ പേരിൽ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശരിയാണ്, നീറ്റ് പരീക്ഷയുടെ നീറ്റിന്റെ എക്സാമിനെ ചൊല്ലിയിട്ട് ചോദ്യപേപ്പർ ലീക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കുറെ പിള്ളേരെ ഓപ്പർച്യൂണിറ്റീസ് പോണെയാണ്, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നതാന്ന് എല്ലാം മനസ്സിലാവും. പക്ഷെ അതിനെതിരെ ഈ ഒരു രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ പറയാനായിട്ടാണെങ്കിൽ അങ്ങ് നോർത്താണ് അതാണ് ഇതാണെന്ന് അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഇടയ്ക്ക് വെച്ച് വേറൊരു പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. നമ്മളെ കേരളത്തിൽ തന്നെ ഇതിനെതിരെ കുറേ പേര് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ കാര്യം എന്താണെന്ന് അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ഫെയിമിന് വേണ്ടി ചെയ്യുന്നതാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇതിപ്പോ ഇവരിപ്പോ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായിട്ടല്ല. അപ്പൊ ഈ CJP എന്ന് പറയുന്ന പാർട്ടി കോക്രോച്ച് ജനതാ പാർട്ടി അല്ലേ, അവരുമായിട്ട് എന്തിനാ സത്യം പറഞ്ഞ ലിങ്ക് ആവണേ? സ്റ്റുഡൻസ് അല്ലേ, അവരുമായിട്ട് ലിങ്ക് ആവേണ്ട വല്ല കാര്യമുണ്ടോ? അവരുമായിട്ട് ലിങ്കായിട്ട് ഒരു രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് അത് മാത്രമല്ല, അവര് പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഇത് മാത്രമല്ല, അതിനകത്ത് പല രീതിയിലുള്ള പോസ്റ്ററുകൾ, ബാനറുകൾ, ഇന്ത്യയുടെ കൊടിയുടെ അത് കാണിച്ചുകൊണ്ട് പല രീതിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതാണോ സ്റ്റുഡൻസ്? രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾക്ക് ആ സിസ്റ്റത്തോട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ സിസ്റ്റത്തിനോടല്ല നിങ്ങൾ അത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ സമരം ഓൾറെഡി ഹൈജാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. റീസ്റ്റോർ ആർട്ടിക്കിൾ 370, ഫ്രീ ഉമർ ഖാലിദ്, സ്റ്റോപ്പ് FCRA അമെന്റ്മെന്റ്. ഇതും നീറ്റും തമ്മിലൊക്കെ എന്താണ് ബന്ധം? ബാക്ക് ടു ബാക്ക് വിക്ടിം കാർഡ് വീഡിയോസ് ഇറക്കി 2 ദിവസം മുഴുവൻ ഇൻസ്റ്റാഗ്രാം നിറച്ചു കഴിഞ്ഞാൽ സത്യം പുറത്തു വരില്ല എന്ന് ഓർക്കുന്നുണ്ടോ? മൂടി വെക്കാം. ഇതിനകത്ത് ഇപ്പൊ ഈ കാണിച്ച് ഈ വാളം കൊണ്ടുവയ്ക്കുന്ന ടീമുകളല്ലേ, പഞ്ചാബിലെയാണെന്ന് തോന്നില്ലേ?
പഞ്ചാബിലെത്തിയാണ്. ഇവരെയൊക്കെ എന്തിനാണ് സത്യം പറഞ്ഞാൽ, ഇവരൊക്കെ എന്തുവാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ സപ്പോർട്ടേഴ്സായിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇത് ഒരുമാതിരി എന്തൊരു അക്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോലീസുകാരെ ഒറ്റക്കിട്ട് അടിക്കുന്നു, അങ്ങനത്തുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം സോ കോൾഡ് എഡ്യൂക്കേറ്റഡ് ഡോക്ടർ പോലീസിന്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്യുന്നത്. പോലീസ് വിൽ റിയാക്ട്. ആളെ തൂക്കിയെടുത്ത് കൈകാര്യം ചെയ്തു. ഉടനെ തന്നെ വിക്ടിം കാർഡ് വീഡിയോ റെഡിയായി. ഒരു ഡോക്ടറിനെ ഇന്ത്യൻ ഗവൺമെന്റ് കൈകാര്യം ചെയ്ത രീതി കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന ലേബലിൽ. കൂടാതെ ഇവന്റെ ഒക്കെ പേരിൽ ഫാൻസ് പേജ്, മില്യൺസ് ഓഫ് വ്യൂസ്. അറ്റ് ദ സെയിം ടൈം നോ റീച്ച് ഫോർ ദ കണ്ടന്റ് ദാറ്റ് ഷോസ് റിയാലിറ്റി. നെക്സ്റ്റ് അഭിജിത് ദീപ്കയുടെ ഒരു എഡ്യൂക്കേറ്റഡ് ഡോക്ടറാണ് ഈ പരിപാടി കാണിച്ചത്. നമുക്ക് പല വീഡിയോ, ഇതൊന്നുമല്ല, ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല അവർക്ക് എതിരെ ഒരു ഒരു പ്രകോപനം വരാതെ പോലീസുകാർ തിരിച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒന്നും അല്ലടാ. കാണുന്ന വീഡിയോസിനകത്തൊക്കെ കാണുന്ന എല്ലാത്തിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം ഇവിടെ ആയാലും ശരി, നിങ്ങൾ ആലോചിച്ചു, ഇവിടെ ആയാലും ശരി, പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കാതെ അവർ തിരിച്ചൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഈ ഒരു എഡ്യൂക്കേറ്റഡ് ഡോക്ടർ, ഈ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വരെ കാണിക്കുന്നുണ്ട്, ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട്, വ്യൂസിന് കുറെ കാര്യങ്ങളുണ്ട്. എടാ അവർക്കൊക്കെ വ്യൂസും ഇതൊക്കെ മതി. ഒരു ബോധമുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാദ്യം നിങ്ങൾ ചിന്തിക്കണം. ഇവര് ചിലപ്പോൾ വ്യൂസിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും, റീച്ച് ആവാൻ വേണ്ടിയിട്ട്, ഫെയിം ആവാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണോ. ഇതൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ ഈ അതിൽ പല ആൾക്കാരെ കണ്ടാൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുമോ? ആ ഒരു ബഹളത്തിനിടയ്ക്ക് നിങ്ങൾ നോക്കേ. പിന്നെ അത് പോരാതെ ഈ വാള് കൊണ്ടുവന്ന ടീമുകളില്ലേ, അവരിപ്പോ എന്തോ പറയാ, പേരങ്ങ് മറന്നുപോയി. അവര് വേറെ ഈ പോലീസുകാരെ ആക്രമിക്കാന്ന് വെച്ചാല് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ പിള്ളേരുടെ അടുത്തൊക്കെ പറയാനുള്ളൂ, ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ചുമ്മാ ഈ സമരത്തിനും ഇതിനൊന്നും പോവാതെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയെന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു മാറ്റം വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കൺമുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വിത്തൌട്ട് എനി പ്രൊവോക്കേഷൻ തല്ലി ചതയ്ക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഫോഴ്സ് വന്ന് അവരെയൊക്കെ അടിച്ചോടിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. എഗെയിൻ പർപ്പസ്ഫുൾ പ്രൊവോക്കേഷൻ. ഇതാണോ സ്റ്റുഡന്റ് പ്രൊട്ടസ്റ്റ്? ടൊവിനോ തോമസ് പറഞ്ഞ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഇങ്ങനെയാണോ? ഈ കത്തിയും കൊടുവാളും കൊണ്ടൊക്കെ കാണിക്കുന്ന ഈ കലാപരിപാടിക്ക് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്നാണോ പറയാറ്? അതാണ്, മനസ്സിലായോ? ഒരാളെ തല്ലുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ പോലീസുകാരും ആരായാലും ശരി, ഇത് കേന്ദ്ര സേന അല്ല, ഇതിപ്പം ഡൽഹി പോലീസും ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ്. കുറെ ചാനലിൽ വരുന്നത് പാരാമിലിറ്ററി മൊത്തം അതിനകത്തുണ്ടെന്നാ. അതൊന്നുമല്ല, അവരിഞ്ഞ് വരാൻ കിടക്കുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ കുറേയൊക്കെ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ ആകെ വിഷയവും, നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ മാറും. പിന്നെ നിങ്ങൾ പിന്നെ പറഞ്ഞു തുടങ്ങും രാജ്യത്തിന്റെ സുരക്ഷ ഏർപ്പെടുത്തുന്ന ആൾക്കാരെ കൊണ്ട് രാജ്യത്തിന് അടിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇതിനകത്ത് പല പല കാര്യങ്ങളുണ്ട്. യൂത്താണ് ഓക്കെയാണ്, പക്ഷെ നീറ്റ് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു നീറ്റിന്റെ പേരിൽ ഇങ്ങനത്തുള്ള വിഷയങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രകോപനം ഉണ്ടായിട്ടുണ്ടായിരിക്കും അവർ ഉറപ്പായിട്ടും തിരിച്ചടിച്ചിരിക്കുന്നത്. ഒറ്റക്കിട്ട് അടിക്കുന്ന പറഞ്ഞ സ്റ്റുഡൻസ് ചെയ്യുന്ന പരിപാടിയാണോ അതൊക്കെ? സ്റ്റുഡൻസ് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഞാനും കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സമരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അന്നേരം പറയും നമ്മുടെ നാട്ടിലില്ലേ സമരമില്ലേ? ഇവിടുന്ന് കുറെ ആൾക്കാർ അങ്ങോട്ടൊക്കെ കയറി പോയിട്ടുണ്ട്, ഭയങ്കര സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ പോയി രണ്ടടിയും കിട്ടുന്ന വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇതിനകത്തങ്ങ് യാതൊരു ഒരു കാര്യവും കാണുന്നില്ല ഗൈസ്. ചുമ്മാതെ ഇത് എന്തുവാ. എന്നിട്ട് നേപ്പാളിലെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നേപ്പാളിൽ സംഭവിച്ചാണെങ്കിൽ ഇവിടെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ സി ജെ പിയുടെ വിഷയം നമുക്ക് എന്താ പറയുക, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിഷയം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഈ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരെയൊക്കെ ഒറ്റയ്ക്കിട്ട് വളഞ്ഞിട്ട് അടിക്കാന്ന് വെച്ചാൽ അവര് നോക്കിക്കൊണ്ടിരിക്കും, അവര് നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല. ഇതെല്ലാം അവരെ മനസ്സിൽ കാണും, അവര് ഇതണക്ക് വെച്ച് താഴെ തരും. സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ ഒന്നും പറയാനായിട്ടൊന്നും പറ്റാത്തത്. ഇപ്പൊ നിങ്ങൾ അവിടെ കിടന്ന് അടികൊള്ളുന്നതിനേക്കാൾ നല്ലത് ആ സമയം കൊണ്ട് പോയിരുന്ന് പഠിക്കുക എന്നുള്ളത്. അല്ല, സമരങ്ങളാവാം, പക്ഷെ ഇങ്ങനത്തുള്ള അക്രമത്തിന്റെ രീതിയിലുള്ള സമരങ്ങളാവരുത്. അത് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ ചേർന്നുകൊണ്ട് സമരം ചെയ്യുക എന്ന് വെച്ചാൽ അത് നല്ലൊരു കാര്യമല്ല. അത് കണക്ക് പിന്നെ ഈ വാളും കൊണ്ടുവരുന്ന ഗുണ്ടാ ടീമുകളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ അത് തിരിച്ച് ബാധിക്കും. നല്ല രീതിയിൽ അത് നിങ്ങളെ തന്നെ ബാധിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. വിദേശ ഫണ്ട് പമ്പ് ചെയ്ത് ഇൻസ്റ്റഗ്രാമും 4 തുക്കട സെലിബ്രിറ്റികളെ ഇറക്കി കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേപ്പാൾ മോഡൽ ജെൻസി വിപ്ലവം നടക്കുമെന്നാണ് ഓർത്തതെങ്കിൽ മക്കളെ, ഇത് കര വേറെയാണ്. നിങ്ങൾക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ല. Fuck Delhi police, fuck BJP, fuck Indian army, മാക്കി shoot tomorrow. റിയൽ സ്റ്റുഡൻസിന്റെ കൺസേൺ നമ്മൾ മാനിക്കുന്നു, അവരുടെ കൂടെ തന്നെയാണ് രാജ്യം മുഴുവൻ. പക്ഷേ CJPയുടെ ലക്ഷ്യങ്ങൾ വേറെ പലതാണ്. അത് എനിക്ക് തോന്നുന്നില്ല ഈ നേപ്പാൾ മോഡലൊക്കെ
ഇവിടെ നടക്കത്തില്ല, നേപ്പാളിൽ നടക്കുമായിരിക്കും, പക്ഷെ ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാരണവശാലും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കേന്ദ്രത്തിന് അറിയായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം മൂലമാണെന്നാ എല്ലാവരും പറയുന്നത്. പക്ഷെ സിസ്റ്റത്തിന്റെ പ്രശ്നം മൂലമാണെന്ന് പറയുന്നത് ഇത് മനഃപൂർവ്വം ഇതിനകത്തൊരു ഇത് ഉടക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രകോപനം അല്ലെങ്കിൽ ഒരു സൈഡ് നോക്കുമ്പോഴത്തേന് പല രീതിയിലുള്ള ഇതിനകത്ത് കുറെ കാര്യങ്ങൾ വരുന്നുണ്ടാകാം. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇതിനെതിരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെടാ, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻസ് അവരെ ഒരു ഭാവി എന്നതിനെ കുറിച്ച് മാത്രമാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമേ ആലോചിക്കണം. ഒരിക്കലും ഇതിനെ അടിക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെ അറ്റാക്ക് ചെയ്യണോ, രാജ്യത്തിനെ അപമാനിച്ച് ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അല്ല. പല ആൾക്കാരും, പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഫണ്ട് മേടിച്ചിട്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാരും ഉണ്ടായിരിക്കാം. ഇന്ത്യൻ ആർമി വരെ പറയുന്നുണ്ട്. നീയൊക്കെ സൂക്ഷിച്ചോ എന്നാ എനിക്ക് പറയാനുള്ളൂ. ചുമ്മാ ഒരു കാര്യമില്ലാതെ അവരെ ഒന്ന് പിടിച്ച് ഇടയ്ക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? ഈ ഇന്ത്യൻ ആർമിയൊക്കെ എന്തിനാണ് നീയൊക്കെ പറയുന്നത്? നീയൊക്കെ ഇവിടെ നിന്ന് പറയുന്നതേ ആ ഇന്ത്യൻ ആർമി ഉണ്ടാകണ്ട. വിവരമില്ലാത്തവരെ നാറിയത്. തിരിച്ചറിഞ്ഞ ഈ രക്ഷിതാവ് അഭിജിത് ദീപ്കയെ കൈകാര്യം ചെയ്ത രീതി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഈ സമരത്തിനെത്തിയത് ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ടായിരുന്നു. അവസാനം അവരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യൂസ് ചെയ്യുകയായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ റിയാക്ട് ചെയ്തു. तुम्हारा ये प्रोपेगेंडा है, तुम फॉल्स प्रोपेगेंडा, तुम नीट की कोई बात नहीं कर रहे, यहाँ राजनीतिक प्रोपेगेंडा फैला रहे हो तुम. ഈ നിഷ്കളങ്കരായിട്ടുള്ള സ്റ്റുഡൻസിനെ കരുവാക്കിക്കൊണ്ട് നടത്തുന്ന ഈ ചീപ്പ് പൊളിറ്റിക്കൽ ഡ്രാമയ്ക്ക് കുറെ ആളുകൾ റീൽ ഇട്ടു, സ്റ്റാറ്റസ് ഇട്ടു എന്നുള്ള കാരണം കൊണ്ട് എടാ അതാടാ പറയുന്നത്. ഈ ഒരു നീറ്റ് പരീക്ഷയുടെ പല രീതിയിൽ ഉണ്ട്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. എക്സാം എഴുതുന്നതിന് മുമ്പുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ ചോദ്യപേപ്പർ ലീക്കായെന്നുള്ള കാര്യം അതും ഓക്കെയാണ്. പക്ഷെ ഈ ഒരു CJP എന്ന് പറയുന്ന ഇതിനെ കൂട്ടുപിടിച്ചിട്ട് ഇങ്ങനത്തെ അക്രമം കാണിക്കേണ്ട യാതൊരു പ്രശ്നവും കാണുന്നില്ല. പാറ്റകൾ. അപ്പൊ ഈ പാറ്റകളെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്തുവാണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണെങ്കിൽ ഇതിനെതിരെ എതിർക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ സാധാരണ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. എടാ അവരെ ബാക്കിയുള്ള കൺസേൺ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് വേണം, സമാധാനത്തിന്റെ ഒരു പ്രൊട്ടസ്റ്റ് വേണം, അതിനെതിരെ എന്തെങ്കിലും നീതി ലഭിക്കണം എന്നുള്ള ഓക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ അക്രമം നടത്തി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അതിനകത്ത് പല ആൾക്കാരെയും, പല സ്റ്റുഡൻസ് എന്ന് പറയുന്ന പല ആൾക്കാരെയും ചിന്താഗതികൾ വേറെയാണ്. അവർക്ക് രാജ്യം എങ്ങനെയെങ്കിലും തുലയ്ക്കണം, BJP എങ്ങനെയെങ്കിലും തുലയ്ക്കണം, പിന്നെ അതേപോലെ തന്നെ ഇന്ത്യൻ ആർമി എങ്ങനെയെങ്കിലും തുലയ്ക്കണം, ഇവിടുത്തെ സിസ്റ്റത്തെ മൊത്തം തകർക്കണം എന്നുള്ള ഒരു മൈൻഡ്. കേരള സാർ 100% ലിറ്ററസി സാർ അങ്ങനത്തെ ഉള്ള ടീമുകളാണ് ഇവന്മാർ. ഇതിനൊന്നും ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നീറ്റിന്റെ കുറേ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനത്തെ ഉള്ള വിഷയം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയാനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു CJP എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ കൂടിയിട്ടാണ്. നിങ്ങളെ ഭാവി ഉറപ്പായിട്ടും പോയിരിക്കും. സത്യം പറയാം, ഈ സ്റ്റുഡൻസിന്റെ ഭാവി ഉറപ്പായിട്ടും പോയിരിക്കും. ഈ ഇങ്ങനത്തെ പ്രഷർ ഉണ്ടാക്കുന്ന ഒരാൾക്കാരെയും വെറുതെ വിടണമില്ല. പക്ഷെ നിങ്ങളെ ഒരു സ്പിരിറ്റിൽ, തിളച്ചിരിക്കുന്ന ചോരയുടെ സ്പിരിറ്റിൽ ചെയ്യുന്ന പരിപാടിയാണ് ഇത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പണി ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. പറയാനുള്ള കാര്യം അതേ ഉള്ളൂ. അടുത്തൊരു നീറ്റിന്റെ പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സമയം കൊണ്ട് വീട്ടിൽ പോയിരുന്ന് പഠിക്കുക. അല്ലാതെ ഇതിനിറങ്ങി പരിശോധിച്ചിട്ട് യാതൊരു ഇടിയും കൊണ്ട് കൈയും പൊട്ടി തലയും പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടും യാതൊരു കാര്യമില്ല. ട്രെൻഡ് ഫോളോ ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നതിന് മുന്നേ 2 തവണ ചിന്തിക്കുക. അതുകൊണ്ട് ഒന്നുകൂടി എടുത്തു പറയുകയാണ്, ഇതിന് പിന്നിൽ ISIയോ CIA ഏതവരാണെങ്കിലും ഇത് നേപ്പാളോ ബംഗ്ലാദേശോ അല്ല. നിങ്ങൾക്ക് ഇന്ത്യ എന്താണെന്ന് അറിയില്ല, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. ഇതിന്റെ പുറകിൽ പല രീതിയിൽ പ്രവർത്തിക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു രാജ്യത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ സ്റ്റുഡൻസിനെ ആയാലും ആൾക്കാരെ ആയാലും ചാവേറുകൾ എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ ആവാം. ഈ പറയുന്ന ISI ഫണ്ട് ഇറങ്ങും, പിന്നെ സപ്പോർട്ട് ചെയ്യും, പിന്നെ മാനിപ്പുലേഷൻ നടത്തും, പിന്നെ എരി കൊടുക്കുക എന്നൊക്കെ പറയും, കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയും. അതും പല ആൾക്കാർക്ക് പല മൈൻഡുള്ള, ജാതി സ്പിരിറ്റുള്ള ആൾക്കാർ, മതം സ്പിരിറ്റുള്ള ആൾക്കാർ, ഒരു പാർട്ടിയെ തകർക്കണമെന്ന ആൾക്കാർ, എല്ലാ രീതിയിലുള്ള ആൾക്കാരും, എല്ലാ മനുഷ്യന്മാരും ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, എല്ലാ മനുഷ്യരും ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് മിക്ക സമരം കണ്ടിട്ടും പോസ്റ്ററുകളും ബാക്കിയുള്ള ഇതിൻ്റെ പേരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവരുടേതായ കൺസേൺ മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു നീറ്റ് പരീക്ഷയ്ക്കെതിരെ അല്ലെങ്കിൽ ഇതിനെതിരെ അവർ ചെയ്തതിൻ്റെ രീതിയിലായിട്ടുള്ള ഒരു സ്ട്രൈക്കുകളും 1 or 2 പറയുന്നില്ലെന്ന് പറയില്ല, ഉണ്ട്. പക്ഷെ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിൽ 1% ഇത് കാണുന്നില്ല. 1% എന്ന് പറഞ്ഞാൽ ഇത്ര ശതമാനം ഉണ്ട്, പക്ഷെ എങ്കിലും
അതിനകത്ത് ഏറ്റവും കൂടുതൽ മീൻസ് ഇപ്പോൾ ഒരു 100% ഒരു 20% എന്ന് പറയാനേ പറ്റത്തുള്ളൂ. 20% സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ അവർക്ക് ഇതിന്റെ പ്രൊട്ടസ്റ്റ് അവർ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഇത്രയും പെർസെന്റ് ആൾക്കാർ അവിടെ അക്രമം നടത്തുവാണ്. അവരുടെ രീതിയിൽ അക്രമം നടത്തുവാണ്. അവരെ വിദ്വേഷം വൈരാഗ്യം കാണിക്കുവാണ് അവിടെ. അതും ഈ ഒരു നീറ്റുമായിട്ട് യാതൊരു ബന്ധവും കാണുന്നില്ല. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് കയ്യിൽ നിന്നില്ല, ഈ പോലീസുകാരെ കയ്യിൽ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ആർമിയുടെ രാജ്യ സുരക്ഷയുടെ ആൾക്കാരെ അടുത്ത് എത്തും. അപ്പോൾ നിങ്ങൾ അതിനെതിരെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ CJP എന്താ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. നിങ്ങളെ കരുവാക്കുന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റുഡൻസിന്റെ ഈ ഒരു ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനെതിരെ എനിക്ക് യാതൊരുവിധ വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. ഞാൻ ആദ്യമേ ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പിന്നെ റീസെന്റ് ആയിട്ട് ഓരോരോ ഈ ഒരു CJP എന്ന് പറയുന്ന ടീമുകളെ പിന്നെ ഇവിടെ ഓരോരുത്തർ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഇതിനെതിരെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇത് എന്തറിഞ്ഞിട്ട്, ഇവരൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഈ വീഡിയോ ചെയ്യുന്നത്. CJP മനഃപൂർവ്വം ഇതിനകത്ത് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആ രീതിയിലേക്കാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ ന്യൂസുകളെല്ലാം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നീറ്റും ഇതോട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും സ്റ്റുഡൻസിന് അടുത്തൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കേണ്ട സമയത്തിരുന്ന് പഠിക്കുക. അല്ലാതെ ഈ ഒരു പ്രൊട്ടസ്റ്റ് വേണം, സമരം നടത്തണം. ഓക്കെ, ഇല്ലെന്ന് പറയുന്നില്ല, സമരമൊക്കെ വേണം. പക്ഷെ ഇങ്ങനത്തുള്ള സമരം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനത്തുള്ള സമരം നടത്തുന്നത് തന്നെ. അങ്ങോട്ടും അടിച്ച് ഇങ്ങോട്ടും അടിച്ച് ശരിക്കും അടിയും കൊണ്ട്, അത് കൂടാതെ തന്നെ കുറെ വാളുമായിട്ടൊക്കെ കുറെ ടീമുകൾ വരുന്നു. ഇനിയിപ്പോൾ വാളായിരിക്കത്തില്ല, ഇനിയിപ്പം നാളെ ചിലപ്പോൾ ഒരു മിസൈലും കൊണ്ട് വന്നാലോ, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് AKM ആയിട്ടോ ഗണ്ണും എടുത്ത് ഈ ടീമുകളൊക്കെ വന്നാലോ. ഒന്നാലോചിച്ചോക്കെ, കയ്യിൽ നിന്ന് പോയില്ലേ. ഇതിനകത്ത് എല്ലാവരും പെടും. നീതിക്ക് വേണ്ടി അതിനകത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന ആൾക്കാരെ വരെ ഇതിനകത്ത് പെട്ടുപോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.